കുടുംബമെന്നാൽ രക്തബന്ധത്താൽ കെട്ടിപ്പടുക്കേണ്ടതല്ല, പരസ്പര സ്നേഹത്താലും വിശ്വാസത്താലും തനിയെ സൃഷ്ടിക്കപ്പെടേണ്ടതാണെന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബജീവിതങ്ങൾ നമ്മൾക്ക് മുൻപിൽ അനാവൃതമായി. അതിൽ പ്രേക്ഷകരെ ഏറ്റവും അധികം കണ്ണീരണിയിച്ച ചില കഥകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത്. ജീവിതം സാക്ഷി, കഥയേക്കാൾ വിചിത്രം. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എന്ന വണ്ണമായിരുന്നു ലൈലയുടെ ജീവിതം. ആദ്യ വിവാഹത്തിലുണ്ടായ പിഴവുകൾ തിരുത്തി മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ലൈലയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതം അവൾക്ക് സമ്മാനിച്ചത് കുറെ കൂടി വേദനാജനകമായ ദിവസങ്ങളായിരുന്നു. എന്ത് ആകർഷണമാണ്, അല്ലെങ്കിൽ എന്ത് സത്യസന്ധത, എന്ത് വിശ്വാസം തോന്നിയതിന്റെ പേരിലാണ് അയാളുമായിട്ട് ഈ ബന്ധം തുടങ്ങി ഇറങ്ങിപ്പോയത്. എന്നെ ആദ്യം ഞാനുമായിട്ട് നല്ല റിലേഷൻ, ഫ്രണ്ട്ഷിപ്പായി. പുള്ളി എന്നോട് ഓരോ കാര്യങ്ങള്, പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇപ്പൊ അന്വേഷിച്ചപ്പോ എല്ലാം കള്ളത്തരങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എന്നോട് ഓരോന്നും പറയും. അപ്പൊ ഞാനും എന്റെ ജീവിതത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മോളുള്ള കാര്യം എല്ലാം അറിയാം. എന്നിട്ട് എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ അങ്ങനെ നിൽക്കുന്നതിനോട് അവൾക്ക് താല്പര്യക്കുറവായി. കാരണം അവളുടെ ഭർത്താവ് അവളുള്ള സംസാരത്തിൽ അവർ തമ്മിൽ എന്തോ സംസാരം, അതിൽ ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നത് അവൾക്കൊരു ബുദ്ധിമുട്ടായി. അപ്പൊ അവൾ അത് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ല. കാരണം അച്ഛനോട് പറഞ്ഞ അച്ഛൻ അത് അവളെ വഴക്കു പറയും. അച്ഛൻ എനിക്ക് വേണ്ടിയേ സംസാരിക്കും. അതുകൊണ്ട് അവള് പോയി വല്യമ്മയുടെ മോനോട് പറഞ്ഞു. അപ്പോൾ വല്യമ്മയുടെ മോൻ വന്നിട്ട് പറഞ്ഞു, ഒന്നിലും നീ ഒരു വീടെടുത്ത് മാറി താമസിക്കണം, അല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി താമസിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ 3 വർഷം കൊണ്ട് ഞാൻ ഭർത്താവ് ഇല്ലാതെയാണ് ജീവിച്ചത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. ഇനി ഞാൻ എന്തിനാ അയാളെ തിരക്കി പോകണം? ഇത്രയും നാളെ എന്നെ തിരക്കി വന്നിട്ടില്ല, ഞാനും പോയിട്ടില്ല, പിന്നെ എന്തിനാ അങ്ങനെ പോകണം? ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, കാരണം നീ ഇങ്ങനെ നിൽക്കുന്നു, നിന്റെ ജീവിതം നശിച്ചു, നീ ഇങ്ങനെ നിൽക്കുന്നു, ഇനി അവളുടെ ജീവിതം കൂടെ എന്തിനാ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് അപ്പൊ ഈ പുള്ളിയോട് ഞാൻ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ പുള്ളി എന്നെ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് സംസാരിച്ചു. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ പോവുക, ഇവിടെ നിൽക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കാൻ പോവാന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കുവല്ലേ, പിന്നെ എന്ത് നിനക്ക് വന്നാ ഞാൻ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ വീട്ടിലായൊരിതും എന്നെ അയാളുടെ അടുത്ത് കൊണ്ടാക്കണം എന്നൊക്കെ ഉള്ള സംസാരങ്ങളും എല്ലാം കൂടെ ഒക്കെ ആയപ്പം ഞാൻ ഒരു ദിവസം വൈകിട്ട് പുള്ളിയുടെ കൂടെ ഇറങ്ങിപ്പോ. ആ സമയത്ത് പുള്ളി അവിടെ മംഗലാപുരം CRPയുടെ അടുത്താണ് താമസിച്ചിരുന്നത്, വാടകയ്ക്കൊരു വീട്ടിൽ. അവിടെ കൊണ്ടുപോയപ്പോഴത്തേന് അവിടെ മോളെയും കൊണ്ട് തന്നെ പോയത്. വൈശാഖിനൊപ്പമുള്ള തന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ലൈല പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടു. എന്നാൽ ആ കഥയുടെ തന്നെ മറ്റൊരു തലമാണ് വൈശാഖിന് നമ്മളോട് പറയുവാനുള്ളത്. ഇൻസ്റ്റാൾമെന്റിൽ പണം കളക്ട് ചെയ്യാൻ വരുന്ന ഒരാളായിരുന്നു വൈശാഖൻ. അപ്പൊ ആ കുട്ടി ഒരു ജീവിതം കഴിഞ്ഞ് വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അത്. നിങ്ങൾ പരസ്പരം നല്ല സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചു. ആ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ ആ കുട്ടി ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ വന്നതല്ല എൻ്റെ കൂടെ. അങ്ങനെ വന്നതല്ല. വീട്ടില് സഹോദരിയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം, അവിടെ റൂമിൽ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊഴികെ എൻ്റെ കൂടെ 2 പയ്യന്മാർ വേറെ ഉണ്ട്. അങ്ങനെ അവിടെ അത് ബുദ്ധിമുട്ടില്ല എനിക്ക് വരാൻ. കാരണം ഞാൻ ആണുങ്ങളെ മാത്രം താമസിക്കുന്ന ഇവിടെ ആയിരുന്നു. അപ്പം ഒരു ശനിയാഴ്ച ദിവസമാണ് വന്നത്. ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ വൈകുന്നേരം കളക്ഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെ നമ്മൾ 3 പേരുടെയും വീട്ടിലായിട്ട് അങ്ങ് പോകും. എൻ്റെ സ്ഥലം ബാലരാമപുരമാണ്. അതിൽ കൂടെ നിന്ന് ഒരു പയ്യൻ ബാലരാമത്തുള്ള, ഒരു പയ്യൻ കുറ്റിച്ചെലവെന്ന സ്ഥലത്തുള്ളതാണ്. അപ്പം നമ്മൾ ബൈക്കിലെല്ലാം വീട്ടിലെല്ലാം പോകും ആഴ്ച വരും. അപ്പോൾ ഇങ്ങനെ ഈ ശനിയാഴ്ച ദിവസം ഒരു 4 മണി അടുപ്പിച്ചാകുമ്പോഴാണ് എന്നെ ഫോൺ ചെയ്തിട്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വരുന്നത്. അതെ, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി പല ഹോസ്റ്റലിലും പോയി നിൽക്കുന്ന കൂട്ടത്തിലുള്ളായിരുന്നു. അത് അവിടെ അന്വേഷിച്ച് നോക്കിയാറിയാം ഞാൻ അങ്ങനെ വീട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്നോ. എൻ്റെ കൂടെ ഇങ്ങനെ വന്ന ശേഷം വീട്ടിൽ അച്ഛൻ വിളിക്കുമ്പോൾ ഫോൺ അച്ഛൻ തന്നെ വിളിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഇങ്ങനെ കൊല്ലത്ത് ഹോസ്റ്റലുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവിടെ വിളിച്ച് പറയാറ് എൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോഴും.
അത് ശരി. ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. അത് അന്വേഷിച്ച് നോക്കിയാ അറിയാം. ഞാൻ എന്റെ വീട് വിട്ട് വേറെ എങ്ങും പോയി നിന്നിട്ടില്ല. അതിപ്പോ ഇവിടെ പറയുന്നതാണ്. എപ്പോ വിളിച്ചാലും എൻ്റെ അടുത്ത് തന്നെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൊല്ലത്താണ് അല്ലെങ്കിൽ വേറെ ഏതോ പള്ളി വക ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നെന്നാ പറയാറ്. ഓ അതായത് കോൺവെന്റിൽ നിൽക്കുന്ന കോൺവെന്റ്. അതെ. ഓ അത് ശരി. അവിടെ അത് ചുമ്മാ പറയുന്നത്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇജ സത്യം പറ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഇല്ലാത്തത് പറയരുത്. ഞാൻ ഇല്ലാത്തല്ല, ഞാൻ സത്യം പറയണം. അങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 എൻ്റെ കൂട്ടുകാർ അവർക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ബാഗുമായിട്ടാണ് വന്നത്. ബാഗും മൂത്ത കൊച്ചുമായിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ അവർക്ക് ഒരു പേടിയുണ്ടായി. അതുകൊണ്ട് അവർ അപ്പം തന്നെ ബൈക്ക് എടുത്ത് അവരങ്ങ് വീട്ടിലായി. അപ്പോൾ എനിക്ക് ഇവന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ പുള്ളിയുടെ ജീവിതത്തിലോട്ട് എന്നെ ഇല്ല വിളിച്ചിട്ടാണ് മേഡം, ഞാൻ ഒരിക്കലില്ല, പോകുന്നത്. ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീട്ടുപകരണം അച്ഛനും മോളും കൂടി മേടിച്ചത് ആദ്യം. അതിൻ്റെ കളക്ഷന് പോയി പിന്നെ അത് പൈസ തരാറില്ല. എപ്പോൾ പോയാലും നാളെ വാ അല്ലെങ്കിൽ മറ്റന്നാ വാ അങ്ങനെ പറഞ്ഞു വിട്ട് അങ്ങനെ സ്ഥിരം. അതിൻ്റെ അടുത്ത വീട്ടിലൊരു കടയുണ്ട്, ഒരു അമ്മമ്മയുടെ. അവിടെ ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അവസ്ഥ. അവരാണ് എന്നെ മിക്ക ദിവസം പറഞ്ഞു പറഞ്ഞത് അവിടെ ആരോരുത്തരുടെ ഇങ്ങനെയൊക്കെ പോയി അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ എനിക്ക് കൂടുതൽ അനിയത്തിയായിട്ട് കാണാൻ പറ്റാറുള്ളൂ. ഇപ്പോൾ അന്വേഷിക്കാൻ പോകുമ്പോൾ അനിയത്തി പറയുന്നത് ഇങ്ങനെ ഹോസ്റ്റലിലാണ്, ഇവിടെ ഇല്ല, അവിടെ പോയി ഇവിടെ പോയി എന്ന് അനിയത്തിയും പറയാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പിന്നെ ഒരു ദിവസം നേരിട്ട് കണ്ടത് ഫോൺ നമ്പർ. ഇത് ചുമ്മാണ് മാഡം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അന്വേഷിക്കാം മേഡം. ആ കടയുടെ അടുത്ത് ചോദിച്ചാൽ മാത്രം മതി, അവർ പറഞ്ഞു തരും. അപ്പം എനിക്ക് പിന്നെ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതായി വീട്ടിലോട്ട്. കാര്യം വീട്ടിൽ ഭാര്യയും മോനും ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായി പോയി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും മോനും? വീട്ടിൽ എൻ്റെ വീട്ടില്ല, എൻ്റെ കുടുംബത്തില്ല. ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞുമായിട്ട് ഒരു സമയത്ത് കയറി വന്ന സ്ത്രീക്ക് അവിടെ എന്തിനു അഭയം കൊടുത്തു? മനസാക്ഷിയല്ലേ ചോദിച്ചു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭാര്യയില്ലേ? ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അതിനുണ്ടാകാവുന്ന പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളും ചിന്തിച്ചില്ല? അപ്പോഴെന്തോ പ്രത്യേകത? അപ്പോഴൊന്നും പ്രത്യേകത ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്നേരം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ അവർ വന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവിട്ടില്ല? അപ്പം നിങ്ങൾ തമ്മിൽ കൂടെ ആലോചിച്ച് മനസ്സിലാക്കി ചിന്തിച്ചുറച്ചിട്ടല്ലേ അവരെ അവിടെ നിർത്തിയത്? അല്ലെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാ? അല്ല, നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയില്ലേ? ഈ വന്നു ചേർന്നിരിക്കുന്ന ഒരു അന്യന്റെ ഭാര്യയും ഒരു കുട്ടിയല്ലേ? ആണോ? നിങ്ങളുടെ അടുത്ത് ശരണം പ്രാപിക്കാനല്ലേ വന്നത്? അതിലുണ്ടാകുന്ന അപകടങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ല, ശരണം പ്രാപിച്ച അറിയത്തില്ലേ? നിങ്ങളുടെ പെങ്ങളും ഒരു കൊച്ചും കൂടെ വേറൊരുത്തൻ്റെ വീട്ടിൽ പോയി പരിചയമുള്ളവൻ ഇൻസ്റ്റാൾമെന്റ് കാശ് വാങ്ങിക്കുന്നവന്റെ ഒരുത്തൻ്റെ വീട്ടിലാണ് കയറിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അവനെ എന്ത് ന്യായം നിങ്ങൾ പറയുമായിരുന്നു? അപ്പൊ അങ്ങനെ ഒരുത്തനും ഒരു കൊച്ചും ഒരുത്തിയും കൂടെ കയറി നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എനിക്കറിയാൻ വയ്യായിരുന്നു. പല സ്ഥലങ്ങളിൽ താമസിക്കുന്നതായിരുന്നു. അയാളോടൊപ്പം കഴിഞ്ഞിരുന്ന 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരപ്പോഴേ തന്നെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവര് മോട്ടോർ സൈക്കിളായിട്ട് പോയി. ആ ബുദ്ധി ഇയാൾക്ക് തോന്നുന്ന ചിന്ത. അവര് വിവാഹിതരായിരുന്നോ? അല്ല. അപ്പം വിവാഹിതരല്ലാത്തവർക്ക് ആ അപകടം മണത്തറിയാൻ കഴിഞ്ഞു അല്ലേ? അവൻ തനിക്ക് മണത്തറിയാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. അതിന്റെ അർത്ഥം താൻ വിളിച്ചു വരുത്തിയാണെന്നാ. നിങ്ങൾ പറയുന്നതിൽ വിശ്വസനീയതയില്ല. നിങ്ങൾ തമ്മിൽ പറഞ്ഞൊത്ത് പോയതല്ലെന്ന് പറഞ്ഞാൽ പോലും പിൽക്കാല സംഭവങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്തുള്ള കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞല്ലേ, അപ്പോൾ അതിന് എല്ലാ ഫലത്തിലൊന്നും തന്നെ മനസ്സിലായില്ലേ? പറഞ്ഞൊത്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ഒന്നും വീട്ടിൽ കൊണ്ടാക്കണം, അല്ല എന്തായാലും നീ ഇവിടെ നിന്ന് പോകണം, ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആരാത് പറയാത്തത്? അദ്ദേഹം ചോദിച്ചാൽ അവിവാഹിതരായ ചെറുപ്പക്കാർ എപ്പോഴും ഇവിടെ നിന്ന് പോയി. പിന്നെ ഒരു ഭാര്യയുടെ കുഞ്ഞിൻ്റെ ആ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുള്ള നിങ്ങളത് ഏറ്റെടുത്താൽ ആരും നിങ്ങളെ ന്യായീകരിക്കുകയില്ല. അച്ഛൻ വലിയ കാര്യശേഷി ഇല്ലാത്തൊരു മനുഷ്യൻ, അയാൾ പിടിപ്പുള്ള ഒരാളായിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഈ അബദ്ധമേ ഈ കൊച്ചിനുണ്ടാകത്തില്ല. നമ്മുടെ കുടുംബകാര്യങ്ങൾ, വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരു അന്യപുരുഷനോട് പറയാവുന്ന ഒരു പരിധിയുണ്ട് ലൈല. അതിനപ്പുറത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അതിന് സൗഹൃദം എന്ന വാക്ക് ഉപേക്ഷിക്കുക. നമുക്ക് ബാക്കിയൊക്കെ ന്യായങ്ങൾ പറയാം. അപ്പം ഇത് വലിയ പ്രശ്നമില്ലാതെ ഇവിടെ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് അയാൾ കണക്കാക്കിയിട്ടാണ് അയാൾ വീട്ടിൽ വിളിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് നിങ്ങൾ പോയി, അല്ലാതെ നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകുന്നൊരു പെണ്ണേ അല്ല. ഇയാൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല, അങ്ങനെയൊന്നും പോകുന്ന പെൺകുട്ടിയല്ല നിങ്ങൾ. ഈ ഒരു വിഷയം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞില്ല. 2, ഈ കുട്ടിയുടെ അച്ഛനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ച് ഈ വിവരം പറഞ്ഞു? അറിയിച്ചില്ല. അപ്പം കള്ളം കപ്പലിലാണ്.
സമ്മതിച്ചില്ല, എന്നോട് പറയിക്കാത്തതാ. തനിക്കറിയാമായിരുന്നു ഒരു ബലഹീനായ രക്ഷകർത്താവാണെന്ന്. അത് തന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല. അത് തന്നെ, അത് തന്നെയാണ് കാര്യം. അത്രേ ഉള്ളൂ, അത് തന്നെ ഉള്ളൂ കാര്യം. He made them virtue of necessity. That's all. Nothing more, nothing less. ഇത് എത്രാമത്തെ ബന്ധമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുട്ടി? മൂന്നാമത്തെ ആണ്. മൂന്നാമത് നിയമപരമായിട്ട് അല്ല, അല്ല, ആദ്യത്തെ ബന്ധം ആദ്യത്തെ ഏതായിരുന്നു? മായ എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു. മായ എന്ന് പറഞ്ഞൊരു കുട്ടി. എവിടെയുള്ള കുട്ടിയാ? അത് അവിടെ വീടിനടുത്തുള്ള. വീട്ടിന്റെ അടുത്തുള്ളയാ? അത് അച്ഛനൊക്കെ അറിഞ്ഞു നടത്തിയാന്നോ? അല്ല അല്ല, ആദ്യം ഒരു മാരേജ് കഴിഞ്ഞതാ ആ കൊച്ചിന്റെ. ആ കൊച്ചു അത് പിന്നെ കുടുംബത്തോട് വെച്ച് ഡൈവേഴ്സായി വന്നില്ല. ആ, പിന്നെ എൻ്റെ കൂടെ വന്നു 2-3 മാസം ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അതിലൊരു മോളുണ്ട്, 7 വയസ്സായി കൊച്ച് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലെ കൊച്ചു ഇടയ്ക്ക് വരാനുണ്ട്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് വരാറില്ല. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം 2007 ജൂൺ മാസം 2-ാം തീയതി വെങ്ങാനൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നിയമപരമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തതാണ്. ഞാൻ ഈ പുള്ളിക്കാരനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ബാലരാമപുരം തുണിക്കടയിൽ വെച്ച് സെയിൽസ് ഗേളായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ്. അങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായതും സ്നേഹിച്ച് വിവാഹം കഴിച്ചതും. പിന്നെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ 8 മാസത്തെ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. 8 മാസം ആയ സമയത്ത് അയാൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അതിനുശേഷം ഞാനും വൈശാഖനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടുന്ന് തന്നെയാണ് എന്നെ പ്രസവത്തിനായിട്ട് വീട്ടിൽ കൊണ്ടാക്കി. അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആശ എന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത് ഞാൻ അറിയുന്നത്. പിന്നെ എൻ്റെ മോൾക്ക് 4 മാസം ഉള്ളപ്പം ഇവർ ഉച്ചക്കട ഭാഗത്ത് എവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി. രാത്രിയായിരുന്നു പോകുന്നത്. ആ സമയം ആൾക്കാരൊക്കെ പറഞ്ഞു ഇവിടെ ഇല്ല, വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, പകലൊന്നും കാണത്തില്ല, ഇവരെവിടെ ഉള്ളവരാണെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു. അപ്പം നാട്ടുകാർ ഇടപെട്ടാണ് വിഴിഞ്ഞ സ്റ്റേഷനിൽ ചെന്ന് അവർ പോലീസിനെ വിളിച്ച് അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഇവരെ 2 പേരെയും കൊണ്ടുപോയി. നേരം വെളുത്തിട്ട് എൻ്റെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞു. ചെല്ലുന്ന സമയത്ത് എൻ്റെ കൊച്ചിനെ വേണ്ട, ഞങ്ങൾക്ക് ചിലവിന് കാശ് തരാമെന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് 1 വയസ്സ് തികയുമ്പോൾ 1 ലക്ഷം രൂപ കൊച്ചിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറും 3 മാസം മാത്രമേ എനിക്ക് ചിലവിന് തന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാനും വൈശാനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. മകൻ്റെ കുഞ്ഞിനെ കാണാൻ ലോകത്തിലെ ഏതൊരു മുത്തശ്ശനും മുത്തശ്ശിക്ക് ആഗ്രഹം കാണും. പക്ഷെ വൈശാഖിൻ്റെ അമ്മയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. എൻ്റെ കുഞ്ഞിനെ വഴിക്ക് വെച്ച് കണ്ടാൽ പോലും അവരാരും മിണ്ടത്തില്ല. ഏതോ ഒരു ശത്രുവിനെ കാണുന്ന കണക്കാണ് അവരെന്നെ കാണുന്നത്. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ആദ്യം? എനിക്ക് ഇതിലൂടെ ജീവിക്കാൻ എന്തായാലും ആവത്തില്ല. കാര്യം എനിക്കൊരു സ്വസ്ഥത മനസ്സമാനം തരത്തില്ല, അത് സത്യമാണ്. അപ്പൊ എന്തായാലും ഇവര് കാരണം ഒരു മനസ്സമാധാനം ഇല്ല. അതുകൊണ്ട് ഇവരുമായിട്ട് താമസിക്കാൻ താല്പര്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവരെല്ലാം കണ്ടുപിടിക്കുന്നു. ഭാര്യമാർക്ക് ബുദ്ധി കൂടുതലായി ഇവരുമായിട്ട് ബന്ധമുണ്ടോ അവരുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് വലിയ ശല്യമാണ്, അല്ലേ സാർ? ഭയങ്കര ശല്യമാണ്. അവര് അത് തന്നെ, ആശയ്ക്ക് അതൊന്നും വിവരമില്ലാത്ത ഒരു പെണ്ണായി പോയി. അതാണ് നമുക്ക് സൗകര്യം. അവര് മിണ്ടായിരിക്കുക, കൊച്ചിനെ വളർത്ത മിണ്ടായിരിക്കുക. ഭർത്താവ് വന്നു കഴിയുമ്പോൾ ചേട്ടൻ വന്നോ, സന്തോഷം, എല്ലാവരും കൂടെ. അതല്ലാതെ എന്താണ് ഈ ഫോൺ വന്ന് ഭർത്താവ് കുരങ്ങ ഉണക്കമീൻ കൊണ്ട് നടക്കുന്ന ഈ ഫോണും കൊണ്ട് എന്തിനാ ഈ നടക്കുന്നത്? അതിന്റെ പുറകെ എന്തുവാ? ഒരു പെണ്ണ് വിളിച്ചല്ലോ, ഈ 2 വാക്ക് പറഞ്ഞല്ലോ, ചേട്ടാ എന്താ വരാത്തെന്ന് ചോദിച്ചപ്പോൾ എന്തോ ഉണ്ടല്ലോ എന്നുള്ള ബുദ്ധി ഇവക്കുണ്ട്. ഇവളുമായിട്ട് നമ്മൾ താമസിച്ചാൽ സമാധാനം പോവും. ഭാര്യമാർക്ക് വിവരം ഉണ്ടാകരുത്. ഈ കാശ് എവിടെ, എന്ത് വീട്ടിൽ ലേറ്റ് ആയത്, അതിപ്പോ വരാം, അത് വരും. 2 പേരും ഒരുമിച്ച് ജീവിക്കുമ്പോ പലതും കുടുംബം നോക്കാൻ നടത്തി പല വാക്കുകളും സമാധാനം കൊടുത്തില്ലെന്ന് പറയുന്നത്. പല 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 അല്ലല്ല, ആ സമാധാനക്കേടല്ല, ഇത് ഞാൻ പറഞ്ഞ സമാധാനക്കേടാണ്, അല്ലേ? മായ, ആശ, ലൈല ഈ 3 സ്ത്രീകളാണ് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വൈശാഖിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇതിൽ 3 ഒട്ടും തന്നെ ആത്മാർത്ഥതയോടുകൂടി പെരുമാറുവാൻ വൈശാഖിന് കഴിഞ്ഞില്ല. പക്ഷെ ഇതിൽ തന്നെ നമ്മളുടെ മുൻപിൽ പരാതിക്കാരിയായി എത്തിയത് ലൈലയാണ്. ലൈലയുടെ പരാതി കേട്ട് വൈശാഖിൻ്റെതായ കഥയും കേട്ട് കഴിയുമ്പോഴും നമ്മൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, വൈശാഖിന് തൻ്റെ ജീവിതത്തിൽ താൻ തന്നെ വിശ്വസിച്ചിറങ്ങിയ സ്ത്രീകളോട് ചെയ്തതൊക്കെ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുവാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്ന്. ഈ കുട്ടി ആശയെ പോലെ തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. മീൻസ് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുമായിട്ട് എന്ത് അവകാശമുണ്ടോ അതേ അവകാശം ഒരു കുഞ്ഞുമായിട്ട് നിൽക്കും. കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു. ആശയെ വന്ന് കണ്ട കാര്യം പറഞ്ഞു, ഒരു കുട്ടിയുള്ള കാര്യം പറഞ്ഞു. അതൊക്കെ വളരെ താമസിച്ചാണ് ആ കുട്ടി അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ആശയുടെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ ആശ പറയുക?
ഞാനും വളരെ താമസിച്ച് തന്നെ ഇത് അറിയുന്നത് തന്നെ. അപ്പോൾ ഇവള് വീട്ടിൽ വന്നപ്പോഴാണ് ഞാനും ഇങ്ങനെ ഒരു കൊച്ചുള്ളതും ഇങ്ങനെ ഒരു ബന്ധമുള്ളതൊക്കെ തന്നെ അറിയുന്നത്. അതുവരെ ഞാനും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ഞാനും എൻ്റെ ഭാഗത്തുള്ള ഇതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഒരിക്കൽ വന്ന് ബഹളമൊക്കെ വെച്ചിട്ട് പോയി. പിന്നീട് കുറേ ദിവസത്തേക്ക് ഇവളെ കാണാനില്ല. ഇവളങ്ങനെ നമ്മൾ ശല്യം ചെയ്യാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് മുമ്പ് വന്ന് വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് ബഹളവും വെച്ച് ഈ ചേട്ടനെ വിട്ടുകൊടുക്കാനും അവളെ ഭർത്താവിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ ബഹളം വെച്ചത്. അപ്പോൾ അന്ന് അതൊക്കെ അവർ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് ഇപ്പം ഞാൻ ഈ സംഭവത്തെ കഴിഞ്ഞ് ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. ഒരിക്കൽ ഞാൻ ഇയാളോട് ഇറങ്ങി വേറെ എൻ്റെ ഇഷ്ടത്തിലാണ് ഇയാളെ വിവാഹം കഴിച്ച് ഞാൻ വന്നത്. അപ്പോഴവർ പറഞ്ഞ് ഇപ്പം ഈ പ്രശ്നം കൂടി ആയപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് നാണക്കേടൊക്കെ ഉണ്ട്. വെച്ചാൽ ഇവള് രാത്രി വന്ന് ബഹളമൊക്കെ വെച്ചപ്പോൾ അയലത്തുള്ളവരും ബന്ധുക്കളും എല്ലാവരും വന്ന് വീട്ടിൽ വന്ന് എന്താണ് കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര പ്രശ്നമായി. ഞാൻ അങ്ങ് അവിടെ നിന്ന് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവളും അച്ഛൻ വേറെ 2-3 ആണുങ്ങളും കൂടി വന്ന് അവിടെ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ജീവിക്കാൻ സമ്മതിക്കില്ല, ഭർത്താവിനെ കൊന്നുകളയും, അങ്ങനെയാണ് കൈയും കാലും ഓടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പം ഞാൻ എൻ്റെ ഒരു കൊച്ചിനെ വിളിച്ച് പറഞ്ഞു, കൊച്ച് ഇതാണ് കാര്യമെന്ന് പറഞ്ഞ്. എനിക്ക് അന്ന് ഞാൻ പട്ടിണിയാണ് എൻ്റെ വീട്ടിൽ. കാരണം ഇവൾ വന്ന ശേഷം വണ്ടി ഓടാൻ പോയില്ല, പോവാതെ ആഹാരമില്ല, എൻ്റെ കൊച്ചിന് പോലും കൊടുക്കാൻ ആഹാരമില്ല, ആഹാരം വേവിച്ചില്ല. ഇവൾ വന്നിട്ട് ഞങ്ങൾ അവിടെ ഒന്നും വേവിച്ചിട്ടുമില്ല. 3 ദിവസം പട്ടിണി കിടന്ന് ഞാൻ കൊച്ചിനെ വിളിച്ചു, കൊച്ച ഈ ഗതിയാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. കൊച്ചൻ വന്ന് ഇയാൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അപ്പോഴാണ് എൻ്റെ ഈ ഭർത്താവിൻ്റെ അച്ഛൻ വിളിച്ചു പറയണം, മോളെ എങ്ങനെയാണ് കാര്യം, ഇന്നൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ വന്നിരിക്കുകയാണെന്ന്. ഞാൻ ഇതും കൊണ്ട് കൊച്ചിനെ കൊടുത്തിട്ട് പറഞ്ഞു, കൊച്ച് ഇതാണ് കാര്യം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. ഞാനും അനുഭവിക്കാനും ഒന്നുമില്ല. അപ്പം അവരുടെ കുഞ്ഞിനെ പോറ്റേണ്ട ഒരു നിങ്ങളുടെ കുഞ്ഞല്ലേ, ആ ഉത്തരവാദിത്വമല്ലേ? അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കണം വേണ്ടെന്നുള്ളത് ഇപ്പം നിങ്ങളുടെ ഒരു വൈകാരികമായിട്ടെടുക്കുന്ന ഒരു തീരുമാനം. അവരിവിടെ വന്നു, ഇങ്ങനെ ഒരു വേദി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് പ്രശ്നമായിപ്പോയി, അതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ നാളെ അഭിപ്രായം മാറും. എന്തെങ്ങനെ മാറിയാലും ആ പാവം ആ പെങ്കൊച്ച് അത് അതിൻ്റെ കുഞ്ഞും അതും. പക്ഷേ ഇവരെ എല്ലാവരെയും നിങ്ങൾ ഇത്രയും ഗുലുമാല് നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് ഇവരാരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കേണ്ട നിർബന്ധാവസ്ഥയിലാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? ഇനി ആ കുട്ടിയുടെ സാമ്പത്തിക പരാധീനതകൾ, നിങ്ങൾ ഉണ്ടാക്കിയ ബാധ്യതകൾ, അതെങ്ങനെ തീർക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ പറയും. ഞാൻ അവിടെ നിന്ന് 2 പേര് എന്നിട്ട് 35 രൂപ മേടിച്ചിട്ടുണ്ട്. 35,000 വെച്ച് 2 പേര് എന്നിട്ട് ഒരാളിൽ നിന്ന് 20,000, ഒരാളിൽ നിന്ന് ഡെയിലി ചിട്ടിക്കായിട്ട് ഒരു 15,000 രൂപ. പിന്നെ 35 ലക്ഷം എന്ന് പറഞ്ഞ എന്തുവാ? പുള്ളിയുടെ കടം, മനസ്സിലുള്ള കടം. കടമുണ്ട്. ഓ 35,000 അവിടെ നിന്ന് കടം വാങ്ങിച്ചു. അത് ചിട്ടിക്ക് മേടിച്ച പൈസ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഞാൻ എടുത്തു. ബാക്കി 20,000 എന്ന് പറയുന്നത് അവിടെ ഇവരുടെ പുരയുടെ വീട് പണി തീർക്കാൻ വേണ്ടിയിട്ട് എടുത്ത പൈസയാണ്. അത് ഞാൻ കൊണ്ട് ആർക്കും കൊടുക്കുകയോ ഞാൻ അതിലൊന്നും വാങ്ങിച്ച് കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവരുടെ വീട് പണി തീർക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത പൈസയാണ്. എടുത്തു. അത് 35 ലക്ഷം അല്ലാതെ കടമുണ്ടെന്നാണോ? എന്റെ നാട്ടിൽ 35 മേഡം, എനിക്ക് 25 ലക്ഷം രൂപ ഞാൻ ഈ ബിസിനസിന്റെ പേരിൽ ഇറങ്ങിയതിന്റെ പേരിൽ എനിക്ക് 25 ലക്ഷം കടമാണ് നാട്ടിലുണ്ട്. എന്റെ വീട് ഇപ്പം ജപ്തി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് നിർത്തിക്കുക. വീട് അച്ഛൻ എനിക്ക് കുറച്ച് പൈസ ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇങ്ങനെ എടുത്ത് ലോൺ എടുത്ത് തന്നതാണ്. ഇപ്പം അതുപോലെ അടയ്ക്കാൻ പറ്റാതെ പലിശ മാത്രം കൊണ്ട് 1,20,000 അടച്ചില്ല എങ്കിൽ അത് ജപ്തി എന്നുള്ള ഒരു ബോർഡൊക്കെ കൊണ്ട് വെച്ച് നിർത്തിക്കുക. ഇതിന്റെ ഈ ഇത്രയും ബാധ്യതയുടെ കൂട്ടത്തിലാണ് 1ഉം 2ഉം കെട്ടിയത് പോലെ പിന്നെയും പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് വന്ന് വീട്ടിൽ നിർത്തുന്നു. അതുങ്ങൾക്ക് ഓരോ കൊച്ചുങ്ങളും. ഇനി വേറെ വല്ലയിടത്തും വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇതുകൊണ്ട് നിങ്ങൾ നേരെ ആവോ? ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കി നോക്കും. ആ പെണ്ണുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നിങ്ങൾ നോക്കി നോക്കും. അത് നിയമകാര്യങ്ങൾ സാർ പറഞ്ഞു. അല്ല, ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ കുട്ടി വേറെ അഭിപ്രായം പറഞ്ഞിരുന്നു, ഈ വീട് അഡ്വാൻസിന് കൊടുത്ത 25,000 രൂപ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയി എന്നൊരു ചോദ്യവും ഉദിക്കുന്നുണ്ടല്ലോ. പുള്ളിക്ക് ഇപ്പൊ കേസ് ഉണ്ടെന്നും പറഞ്ഞ ഒരു കേസ് തീർക്കാൻ അമ്മ പൈസ അയച്ചു കൊടുത്ത 50,000 രൂപ. പുള്ളിക്ക് വിസ വേണോന്ന് പറഞ്ഞ് വിസ 2 ലക്ഷം രൂപ, വിസ എന്റെ കയ്യിലിരിക്കുന്നു. 2 ലക്ഷം രൂപ മുടക്കി വിസ എടുക്കും. പറ്റത്തില്ല. കാര്യം അത് മാത്രമല്ല, അതല്ല, ഒരു അടിപിടി കേസ് ഉണ്ടായിരുന്നു, അത് തീർത്തു. പൈസ ഇല്ലെന്ന് പറഞ്ഞത് തന്നു, കേസ് തീർത്തായിരുന്നു. അതിന് ഇവരെ വീട്ടിൽ നിന്ന് 20,000 രൂപ എനിക്ക് തന്നായിരുന്നു ഈ കേസ് തീർക്കാൻ വേണ്ടിയിട്ട്.
കേസ് തീർന്നു കൊണ്ടുപോയപ്പോൾ വെരിഫിക്കേഷന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി പോയി. അപ്പം ആ പോയ പോലീസുകാരൻ എഴുതി വിട്ടത് ഞാൻ താമസം ഈ അഡ്രസ്സിലല്ല, ഇതേപോലെ മാറി മാറിയാണ് താമസിക്കുന്നത്, കടക്കോട്ടത്തും സിറ്റിയിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ എഴുതിയിട്ട്. അങ്ങനെ അവിടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചിരിക്കുക. ഇല്ലേ പോവും അല്ലേ പോകുമായിരുന്നു. ആണല്ലേ? ഒരു അടിപിടി കേസേ ഉള്ളൂ ഈ ഒരു അടിപിടി കേസ്? വേറെ കേസുകളുണ്ടോ? കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതുപോലുള്ള ഏതെങ്കിലും ദൂഷ്യവശങ്ങളുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ കോർട്ട് ഓർഡർ മേടിച്ചിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നെടുത്തോ അല്ലെങ്കിൽ ആ ഡയറക്റ്റ് എടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റി കിട്ടുമല്ലോ. അത് കൊടുത്തു. പാസ്പോർട്ട് ഓഫീസിൽ ഒരു കോപ്പി കൊടുത്തു, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ഒരു കോപ്പി കൊടുത്തു. SP കൂടെ കൊടുക്കണം. അവരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഗൾഫിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് വന്ന് താമസിക്കുന്നിടത്ത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കാൻ നിങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്തു ആ കുട്ടിയെ. ഇല്ലെങ്കിൽ അവർ അത്യാവശ്യം ബേസിക് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അങ്ങനെ ചെയ്യില്ല അവർ. നിരന്തരം നിങ്ങളിത് പറയുകയും നിങ്ങൾ ഫ്രീ ആയിട്ട് താമസിക്കുന്ന ഒരാളാണ്, നിങ്ങൾ കല്യാണം കഴിച്ചില്ല എന്ന് അറിയുകയും ചെയ്തപ്പോൾ ഞാൻ അയാളുടെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം ശരിയാവും എന്ന് തോന്നിപ്പോയി അവർ ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ് അവർ. മനസ്സിലായില്ലേ? അവരെ നിങ്ങൾ ചതിച്ചു കളഞ്ഞു. വലിയ ചതിവാണ് നിങ്ങൾ ചെയ്യുന്നത്. വൈശാഖിന് നീനയുടെ കൂടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞു അല്ലേ? താമസിക്കാൻ ഇഷ്ടമല്ല. നീനക്ക് എന്താണ് അഭിപ്രായം? വൈശാഖിന്റെ കൂടെ താമസിക്കണം എന്നാണോ? ആശാദേവി എന്ത് പറയുന്നു? വൈശാഖ് ഇവിടെ നീനയുടെ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് വൈശാഖിനെ വേണം. അപ്പം നിങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞു വേണ്ടെന്ന്, ഇവരും പറഞ്ഞു വേണമെന്ന്. ഈ കുട്ടികളുടെ കാര്യം, ഈ 3 കുട്ടികളെയും കാണുന്നതിന് ആശാദേവിക്ക് നീനയുടെ കുട്ടിയെ കാണുന്നതിന് വിഷമമുണ്ടോ? മീൻസ് വൈശാഖ് പോയി കാണുന്നതും വീട്ടിൽ പോയി കാണുമ്പോൾ അല്ലാതെ പോയി കാണാൻ കൊച്ചിന് എൻ്റെ ചെലവിനുള്ള പൈസ കൊടുക്കണതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവരെ കൂടെ പോയി താമസിക്കാൻ പറ്റൂല. ഇത്രയും കാലം എൻ്റെ കൂടെ അല്ല താമസിച്ചത്. നിങ്ങളുടെ കൂടെ താമസിച്ചോണ്ടിരുന്ന കാലത്തൊക്കെ അയാൾ അവരുടെ കൂടെ താമസിച്ചോണ്ടിരുന്നത് അത് ഞാൻ അറിയുന്നില്ലല്ലോ, അതുപോലെ അവരും അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ 3 പേരില് ഇപ്പൊ ഞാനും ലൈല എന്ന് പറയുന്ന കുട്ടിയും ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ആശാദേവിക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വൈശാഖിന് ഭാര്യയും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ജീവിതം തേടിപ്പോയി അവക്കൊരു ചതിവ് പറ്റിയെന്ന്, അവക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം മറ്റൊരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ടാണ് അവക്കൊരു സ്വന്തമായിട്ടൊരു ജീവിതം വേണമെന്ന് പറഞ്ഞ് അവള് തുനിഞ്ഞിറങ്ങിയത്. അതുകൊണ്ട് അവക്ക് ചതിവ് പറ്റി അവളെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ജീവിതം നശിച്ചു, ലൈലയുടെ ജീവിതവും നശിച്ചു. കാരണം ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ അതേ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാവണം ആ കൊച്ചിനെ വഞ്ചിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് എന്തായാലും ചാനലിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അറിയാം ഇയാൾക്ക് ഇനി വേറെ സ്ഥലത്ത് ഭാര്യമാരോ മക്കളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വിചിത്രവും കെട്ടുപിടിഞ്ഞതുമായ ഒരുപാട് ബന്ധങ്ങളിലൂടെയാണ് വൈശാഖ് തന്റെ ജീവിതത്തിലുടനീളം കടന്നുപോയത്. അത്തരമൊരു അവസ്ഥയിൽ അദാലത്തിന് പോലും വൈശാഖിന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യം ഏറെ ആലോചിക്കേണ്ടിയിരുന്നു. എന്നാൽ വൈശാഖിന് അതിനൊരു ഉത്തരവുമുണ്ടായിരുന്നു. തന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാത്ത, തീരുമാനങ്ങളിൽ ഇടപെടാത്ത ഭാര്യയായിരിക്കാൻ അയാൾക്ക് ആശയമതിയായിരുന്നു. എനിക്ക് ആശയോട് ജീവിച്ചാൽ മതി, കൊച്ചിനെ ഞാൻ ചെലവിന് കൊടുത്തോളാം. ഇപ്പം വൈശാഖ് താമസിക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാരിയാണ് ആ പെൺകുട്ടി. അവൾക്ക് ഒരു ആൺതുണ വേണം. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ നോക്കുമെന്ന് പറയുന്നു. അപ്പം ആ സ്ത്രീ എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിൽ അവളെ സംരക്ഷിക്കാൻ ഒരു പുരുഷനുണ്ടായാൽ അത് സ്വീകാര്യമാണോ? ഞാൻ സമ്മതിക്കും. സമ്മതിക്കും. നിങ്ങൾക്ക് വേണ്ടി അവർക്കുണ്ടായ ചെലവുകൾ, സാമ്പത്തിക ചെലവുകൾ പരിഹരിക്കും, അത് കൊടുക്കും. കൊടുക്കാം. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല. കാര്യം എനിക്ക് അവര് പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾ രണ്ടിടത്തും കൂടെ ആരെ അടയ്ക്കാതെ കൊണ്ടുപോയെന്ന് ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം. ധാർമ്മികമായിട്ടോ നിയമപരമായിട്ടോ ആരും അംഗീകരിക്കുന്നല്ല, സമൂഹത്തിന് തന്നെ തെറ്റായ സന്ദേശം അത് കൊടുക്കുന്നത്. ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അത് കുറ്റം പറയാൻ നോക്കില്ല. അവർക്ക് നിയമപരമായ ഭാഗം പോലെ കുഞ്ഞുണ്ട്, അവരതിന് വളരെ അവർക്ക് അതിൽ സങ്കടമുണ്ട്. അവർ പരിഹാരം തന്നെ അവർ വന്നിരിക്കുകയാണ്. വന്നപ്പോഴും നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം കുറഞ്ഞ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഒരു ജീവിതത്തിന് റോങ് മെസ്സേജ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. മനസ്സിലാക്കുക, ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക. പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പുരുഷന്മാര് എന്ത് ചെയ്തുകൂടാ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ. നീനയോട് ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഒരു ഗൾഫിലേക്ക് പോകാനുള്ള 2 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ വിസ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്നെ വേണ്ടെന്ന് പറയില്ലേ?
10-ാം തീയതി വരെ എൻ്റെ കൂടെ ജീവിച്ചതാ. 11-ാം തീയതി രാവിലെ ഇറങ്ങിപ്പോയതാ. ഇപ്പോഴും ആ ഗൾഫിൽ പോകാൻ എല്ലാ പേപ്പറും റെഡി, അതിന് പോകാനും വേണ്ടി റെഡി, അല്ലാതെ യാതൊരു താല്പര്യക്കുറവില്ല. ഇവിടെ കൊണ്ടുവന്ന് കുറ്റവാളിയാക്കിയതിന്റെ പേര് മാത്രമുള്ളൊരു ഇഷ്ടക്കടേ ഉള്ളൂ അവരോട്, അല്ലാതെ യാതൊരു വിരോധവും അയാൾക്ക് ആ സ്ത്രീയോടില്ല. എനിക്ക് വേണ്ടി ഭർത്താവിനെ വേണം. ഇയാൾ അവിടെ പോകുന്നത് വരുന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പറഞ്ഞു ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ അവരെ കൂടെ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കിതിപ്പോ സമ്മതിച്ചു പറ്റൂല. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ജഡ്ജസ് പറഞ്ഞു കഴിഞ്ഞു, നിയമസാധുത ഇല്ലാത്ത 2 സ്ത്രീകളുമായിട്ട് ഇയാൾ താമസിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടായി സത്യം. പക്ഷെ നിയമപരമായിട്ട് വിവാഹം ചെയ്ത ഒരു സ്ത്രീ ഉണ്ട്, മായ. അവര് ബഹളം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചു, മാക്സിമം എന്നെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും നോക്കി. പക്ഷെ അവള് പറഞ്ഞ് എനിക്ക് വേണ്ട, എന്റെ കൊച്ച്. അങ്ങനെ 3 മാസം 4 മാസത്തോളം ഇങ്ങനെ ആ കൊച്ചിനുള്ള പൈസ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ 2-3 മാസം വന്ന് അവൾ വാങ്ങിച്ചു. പിന്നെ 2 മാസം അടുത്തടുത്ത് പോയിട്ടും ഇവൾ ആ പൈസ വാങ്ങാൻ വന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് എൻ്റെ കുഞ്ഞിന് 1 രൂപ പോലും ചെലവിന് തന്നിട്ടില്ല. എന്നിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരുടെ പറയും എനിക്ക് ചെലവിന് തരുന്നുണ്ടെന്ന്. അത് ഈ നാട്ടിലുള്ള ആരുടെ അന്വേഷിച്ചാലും മനസ്സിലാവും നിങ്ങൾക്ക്. എൻ്റെ അച്ഛൻ്റെ വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഒരു ദിവസം 100 രൂപ, അത് പൊയ്യെ തന്നെ എനിക്ക് കിട്ടത്തുള്ളൂ. അതിലുള്ള വരുമാനത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു ഡ്രസ്സിനായാലും എൻ്റെ മോക്കൊരു ഡ്രസ്സിനായാലും ആ കാശ് എനിക്ക് ഉപയോഗിക്കാം. ആഹാരത്തിനുള്ള വഴി എൻ്റെ അച്ഛൻ തന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. അച്ഛനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണി തന്നെയാണ്. അച്ഛൻ വിളിച്ചുകൊണ്ട് വരാറുണ്ട്, ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാറുമുണ്ട്. അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കൊച്ചിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ നോക്കി വിടുന്നത്. ഒരിക്കലും ഞാൻ ആ കൊച്ചിനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ആ കൊച്ച് വന്ന് എൻ്റെ അമ്മന്ന് എന്നെ വിളിക്കുന്നത്. ഞാനും എൻ്റെ മോനെ പോലെ തന്നെ ആ കൊച്ചിനെ കണ്ടിട്ട് ഞാൻ ഇതുവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇങ്ങനെ തിരിഞ്ഞാലും ഞാൻ അതിന് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വാങ്ങിക്കൊടുക്കുക. അതിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കയ്യിൽ പൈസ എടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഓണത്തിന് ഒന്നിയിൽ അച്ഛൻ അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് എൻ്റെ മോന് വാങ്ങുന്നത് പോലെ ഇയാളെ കൊണ്ട് ഞാൻ ആ കൊച്ചിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു വിടും. അത് അവക്കറിയാമോ ഇല്ലെന്നാണ് ചിലപ്പോൾ അവള് വിചാരിക്കണം അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അച്ഛനല്ല, ഞാനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുത്തു വിടുന്നത്. എനിക്കൊണ്ട് എന്നെ ഒരു മോനാണ്, അതുപോലെയാണ് ആ കൊച്ച്. അതും സമൂഹത്തിൽ വളരേണ്ടതാണെന്ന് അറിയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെല്ലാ കാര്യം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്നും ആ കൊച്ചെന്നെ റോഡിൽ വെച്ച് കണ്ട എന്റെ മുഖത്ത് നോക്കിച്ചിരിക്കും. പക്ഷെ ഇങ്ങനെ മുഖത്ത് നോക്കൂല ആ കൊച്ച്. അങ്ങനെ ഇവിടെ ആ കൊച്ച് ഇയാളെ മുഖത്ത് നോക്കിയില്ല, അച്ഛന്ന് വിളിക്കുകയൊന്നും ചെയ്യും. പക്ഷെ വീട്ടിൽ വന്ന് എന്നെ അമ്മ എന്ന് വിളിക്കും. ഞാൻ എന്തൊരു കൊടുത്താലും അത് വാങ്ങി കഴിക്കും. എന്നെ വീട്ടിൽ വന്ന് എൻ്റെ നിന്ന് മാത്രമേ അത് വാങ്ങിച്ച് കഴിക്കുള്ളൂ. ആ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകൾക്ക് ഇപ്പോൾ 7 വയസ്സാണ്. മാർച്ച് 8-ാം തീയതി അവളുടെ പിറന്നാളാണ്. വയസ്സ് അതിനത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞ് ജനിച്ച ദിവസമോ ഡേറ്റോ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം വയസ്സാ ഇന്നുവരെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. ആശാദേവി മതിയെന്നാണെങ്കിൽ പിന്നെ എന്തിനീ മനുഷ്യൻ എന്നെ വിവാഹം കഴിച്ച് ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ തന്നു എന്നെ പറ്റിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. കാരണം വൈശാഖൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, തല്ലിയിട്ടില്ല. ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ സ്നേഹം കൊണ്ട് തന്നെ അയാൾ എന്നെ ചതിക്കുകയും ചെയ്തു. ഈ കുട്ടികൾ അവരുടെ ചെലവിനുള്ളത് നിങ്ങളിൽ നിന്ന് കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്, കൊടുക്കാൻ നിങ്ങൾ ബാധ്യതയുണ്ട്. നിയമപരമായിട്ടുണ്ട്, ധാർമ്മികമായിട്ടുണ്ട്, സാമൂഹികമായിട്ട് എങ്ങനെ നോക്കിയാലും ബാധ്യതയുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരാളെ വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ള ഒരാൾ നാളെ ആലോചിക്കുമ്പോൾ എൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാകണം. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒന്നും നിങ്ങൾ നിർദോഷമായിട്ടാണെന്ന് പലതും അഭിനയിക്കുന്നെങ്കിലും അത് അഭിനയിക്കുകയോ ശരിയായിക്കോട്ടെ അംഗീകരിക്കാൻ പറ്റില്ല. 3 കുഞ്ഞുങ്ങൾക്കും പണമായിട്ട് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വീതം കൊടുക്കാൻ കഴിയും? ഇതുകൊണ്ട് എന്താകുന്നില്ല. 3 പേരായതുകൊണ്ട് മാസം ആൾക്ക് 1000 രൂപ വെച്ച് 3 പേർക്കും കൊടുക്കാമോ? അതെങ്ങനെ കൊടുക്കും? പോസ്റ്റ് വഴി മണി ഓർഡറായിട്ട് തന്നെ കൊടുക്കും. ഈ 3 കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ള വ്യക്തമായ നിർദ്ദേശം തരികയാണ്. ഇത് മാർച്ച് മുതൽ കൊടുക്കണം. മാർച്ച് 15 മുതൽ ഓരോ മാസവും 15-ാം തീയതിക്ക് കൊടുത്തിരിക്കണം. നിങ്ങളുടെ ഭാഗത്തെല്ലാം അറിഞ്ഞോ അറിയാതോ തെറ്റുകാരാണ്. തെറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും വൈകാരികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരയും വേറെ പ്രകടനം നടത്തിക്കൊണ്ടായില്ല, ഓരോരുത്തരുടെ കാര്യം പറയുകയാണ്. പക്ഷേ അത് പരിഹരിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കുക. മാനസിക സംഘർഷങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ സാവകാശമായിട്ട് അത് ആലോചിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യം നടത്താനുള്ള ശ്രമം. 3 മാസത്തിനെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് പരസ്പര സ്പർദ്ധയൊന്നും കൂടാതെ ഉണ്ടാകണത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കുട്ടികൾ ചെലവിന് കൊടുക്കുന്ന ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ അധികാരപരിധി വരുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി കൂടെ നടത്തിയെടുക്കാൻ പറ്റും. അത് നടത്തിയെടുത്താൽ തടവ് ശിക്ഷ കിട്ടുന്നതാണത്. മനസ്സിലായല്ലോ? അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ ചിലവിന് കൊടുക്കാനുള്ള ഉത്തരവ് അതുപോലെ പാലിച്ചില്ലെങ്കിൽ അതിന് തടവ് ശിക്ഷ മജിസ്ട്രേറ്റ് കോടതി കിട്ടുന്നതാണ്. പിന്നെ അത്
സമയാസമയങ്ങളിൽ അത് ഉയർത്തുകയും ചെയ്യും. അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ലൈലയുടെ മനസ്സ് നിസ്സംഗഭാവം. ലൈല ഇവിടെ വന്നു, ജീവിതം സാക്ഷിയിൽ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലൈല ഇവിടെ പൊട്ടിക്കരഞ്ഞതുപോലെ ഇച്ചായൻ എൻ്റെ കൂടെ വരും, എന്നെ സ്നേഹിക്കും. ഇത് മാത്രമായിരുന്നു ലൈലയുടെ മനസ്സിൽ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഭാവി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ സംസാരിച്ചിരിക്കുന്നതൊക്കെ. മനസ്സിലായില്ലേ? ലൈലയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. ആദ്യം മുതലേ പറ്റിയ അബദ്ധങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണിത്. എടുത്തുചാടി വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ടില്ല, ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ ലൈല. നിങ്ങൾ വളരെ ചെറുപ്പമാണ്. തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സംരക്ഷണം, ഒരു തുണ ആവശ്യം തന്നെയാണ്. ചിന്തിക്കുക, വളരെയധികം ചിന്തിക്കുക. നല്ല കൂട്ടുകാരുമായിട്ടും നല്ല ബന്ധുക്കളുമായിട്ടും നല്ല അഭ്യുദയകാംക്ഷികളുമായിട്ടും ഗുരുക്കന്മാരുമായിട്ടൊക്കെ ആലോചിക്കുക. ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, ഇതെനിക്ക് ക്ഷേമമായി വരുമോ എന്നാലോചിക്കുക. ഇല്ലേ, ഏറ്റവും സന്മനസ്സുള്ള നീതിപതികളാണിതാ മുൻപിൽ, അവരെ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഏത് സമയത്ത് നിങ്ങൾക്കൊരു നിയമസഹായമോ മറ്റെന്ത് ആവശ്യമുണ്ടെങ്കിലും അവരുടെ ഉപദേശം നിങ്ങൾക്ക് തേടാം. ഇപ്പോഴത്തെ ഈ വൈരാഗ്യം ഇതെല്ലാം മാറും. ഇത് മാറി നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഏറ്റവും നല്ലൊരു ഒരു ഒരു സെറ്റിൽമെൻറ്റിൽ നിങ്ങൾ എത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് സാർ ഒരു 3 മാസം സമയം തന്നത്. നിങ്ങൾ ആർക്കെങ്കിലും വീണ്ടും മറ്റെന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരാത്ത മായയുടെ കുഞ്ഞും അത് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ടാണ് ഏറ്റവും വിലയേറിയൊരു ഉത്തരവ് നിങ്ങൾക്കുണ്ടായത്. വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി തന്നെ ജീവിക്കും. ഇപ്പോൾ ആ കുഞ്ഞിനോട് വൈകിയോട് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളും ശ്രേയോടും കാണിക്കുക. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ നിയോഗം അതാണ്. നല്ലൊരു അമ്മയായിട്ട് ആ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ ഈ കുഞ്ഞും 2 ദിവസം വന്ന് വീട്ടിൽ നിന്ന് അമ്മയെന്ന് വിളിക്കട്ടെ. ഒരു ഭാഗ്യം. മനസ്സിലായില്ലേ? അവരെ ഒരിക്കലും ഒരു വേറൊരു സ്ത്രീയായിട്ട് കണക്കാക്കുകയോ വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു സ്ത്രീ. മനസ്സിലായില്ലേ? അത് ആശ മനസ്സിൽ കണക്ക് കൂട്ടണം. ഒരു സ്ത്രീക്കും ഭർത്താവിനെ പങ്കുവെക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, പാടില്ല. അങ്ങനെ പാടില്ലാത്തവളാണ് ഭാര്യ. പക്ഷെ ഇങ്ങനെ ഇയാളെപ്പോലെ വിവരം കെട്ട ചില പ്രത്യേക ആൾക്കാരില്ലേ, നമുക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ ഇഷ്ടമുള്ളതാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് വരികയല്ല. ലൈലയുടെ കാര്യത്തിൽ പറ്റിയതാണ്. ഇപ്പം ഓരോ ജീവിതത്തിനും ഓരോ വിധിയാണ്. എങ്കിൽ പോലും അപകടമെന്ന് മനസ്സിലാവുമ്പോഴെങ്കിലും ബന്ധുക്കളും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ സഹായിക്കണം. ഇല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുക. ഇതുപോലെ ഒട്ടും ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി കാണാത്ത വൈശാഖന്മാർ പുറകിലുണ്ട്. ജാഗ്രത. ജീവിതത്തെ ഇത്രയധികം അനിശ്ചിതത്വങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ജീവിതം സാക്ഷി വീണ്ടും എത്തും നാളെ ഇതേ സമയം. നമ്മളെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട് മേഡം. രാത്രികാലം ആകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ എവിടെയാ പോയാലും ഞാൻ ചോദ്യം ചെയ്യും. എനിക്കിത് അറിയാവുന്നുണ്ട്. അത് ഞാൻ ഉത്സവം കാണാൻ പോവാന്ന്. എന്നിട്ട് നേരം വെളുക്കുമ്പം കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ടാ വരുന്നത്. ഞങ്ങൾക്ക് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ് ഞാൻ കേസ് കൊടുക്കാൻ ഒരുങ്ങി എല്ലാം റെഡിയാക്കി ഇവിടെ പേട്ടയിലുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് സാറിൻ്റെ അടുത്ത് വന്ന് എല്ലാം കൊടുത്ത്. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വീട്ടിൽ വന്ന് കാല് പിടിച്ച് കരഞ്ഞ്, ഞാൻ ഇനി അങ്ങനെ ഒരു ബന്ധത്തിൽ പോകത്തില്ല രഞ്ജി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കാം, നിന്റെ വീട്ടിൽ ജീവിക്കില്ല, നമുക്ക് അവിടെ വീടുണ്ടല്ലോ അവിടെ വന്ന് ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. എന്തിനു വേണ്ടിയാ കേസ് കൊടുത്തത്? ബന്ധം ഒഴിയാൻ.